ഹായ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നിപ്പോൾ നമ്മളോട് പറയാൻ പോണത് ഇതിപ്പോൾ ലാസ്റ്റ് മന്ത് ഡൊണാൾഡ് ട്രംപ് US പ്രസിഡൻ്റായിട്ട് എലക്ട് ചെയ്യപ്പെട്ടു. എല്ലാ രാജ്യങ്ങളിലും 4-5 വർഷം കൂടുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് എല്ലാ ഡെമോക്രാറ്റിക് കൺട്രികളിലും ഒരു 4-5 വർഷം കൂടുമ്പോഴത്തേക്ക് എലക്ഷൻ നടന്ന് പുതിയ പ്രൈം മിനിസ്റ്ററോ പ്രസിഡൻറ്റോ ഒക്കെ വരും. പക്ഷേ 2024 US പ്രസിഡൻഷ്യൽ ഇലക്ഷൻ മറ്റ് ഇലക്ഷനുകളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ട്രംപ് എലക്ട് ചെയ്യപ്പെട്ടത് നോൺ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു പ്രസിഡൻ്റായിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 ട്രംപ് എലക്ട് ചെയ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് 2020 ഇലക്ഷനിൽ ട്രംപിനെ സീറ്റിൽ നിന്ന് റിമൂവ് ചെയ്തു വോട്ടേഴ്സ്. അതേ ട്രംപിനെ തന്നെ 2024 വോട്ടേഴ്സ് വീണ്ടും എലക്ട് ചെയ്തു. അതാണ് നോൺ കോൺസിക്യൂട്ടീവ് ടേംസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി വളരെ റെയറായിട്ടുള്ളൊരു ഫിനോമിനാണ്. 1776 USA ഇൻഡിപെൻഡൻസിൽ വന്നതിന് ശേഷം ആകെ 2 തവണ ഇത് സംഭവിച്ചിട്ടുള്ളൂ. ഇത് 2ാമത്തെ തവണയാണ്. ഫസ്റ്റ് ടൈം ഇത് സംഭവിച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 135 years മുമ്പാണ്. അപ്പോൾ ഈ വർഷം ട്രംപ് എന്തുകൊണ്ട് എലക്ട് ചെയ്യപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് റീസൺസ് ഉണ്ട്. പക്ഷേ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോണത് വോക്ക് കൾച്ചറിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ വോക്ക്നെസ്. എന്തുകൊണ്ടാണ് വോക്ക്നെസ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമാണ് ഒരു ഔട്ട്സൈഡർ എന്ന നിലയ്ക്ക് ഇതിൽ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. ആക്ച്വലി 2024 ട്രംപ് എലക്ട് ചെയ്യപ്പെട്ടത് ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള മൊമെൻ്റായിട്ടാണ് പലരും കൺസിഡർ ചെയ്യുന്നത്. ലൈക്ക് ഒരു വേൾഡ് ഹിസ്റ്ററിയിൽ ഒരു കോഴ്സ് കറക്ഷൻ എന്നൊക്കെ ആൾക്കാർ ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എവിടെ വോട്ടിങ് നടന്നു കഴിഞ്ഞാലും അതിപ്പോൾ നാഷണൽ ലീഡറിനെ എലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ലോക്കൽ ക്ലബിലെ പ്രസിഡൻറ്റിന് വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് ആണെങ്കിലും ആൾക്കാർ വോട്ട് ചെയ്യുന്ന ഒരു നേച്ചറുണ്ട്. ലൈക്ക് കുറേ പേര് സ്പോർട്സ് ഫാൻസിനെ പോലെ ആയിരിക്കും. മീൻസ് അവർക്കുള്ള ഫേവറേറ്റ് ടീം ജയിക്കണമെന്ന് പറയുന്ന പോലെ അവർ കരുതുന്ന പോലെ അവർക്കുള്ള ഫേവറേറ്റ് പാർട്ടി ജയിക്കണമെന്ന് അവർക്കൊരു തോന്നലുണ്ടാവും. അപ്പോൾ അതിപ്പോൾ ആ ക്യാൻഡിഡേറ്റ് ഏതാണോ, ആ ക്യാൻഡിഡേറ്റ് പ്രപ്പോസ് ചെയ്യുന്ന പോളിസി എന്താണോ എന്ന് നോക്കിയിട്ടല്ല അവർ വോട്ട് ചെയ്യുന്നത്. അവർക്കുള്ള ഫേവറേറ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങ് വോട്ട് ചെയ്യണം. പക്ഷെ അതൊരു മൈനോറിറ്റിയാണ്. ഇനി മറ്റേ ഇന്ത്യയിലുള്ള കുറച്ച് ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇലക്ഷൻ മാനിഫെസ്റ്റോ ഒക്കെ വായിച്ചു നോക്കി പോളിസീസിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ അനലൈസ് ചെയ്ത് അങ്ങനെ വോട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ള മെജോറിറ്റി ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസമുള്ള എക്സ്പേർട്സ് ഇതിനെപ്പറ്റി പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കിയിട്ട് നമ്മൾ വോട്ട് ചെയ്യും. ഇനി 2024 ഇലക്ഷനിലെ ഏറ്റവും ഹീറ്റഡ് ആയിട്ടുള്ള ഡിബേറ്റ്സിൻ്റെ ഒരു സബ്ജക്റ്റ് എന്തെന്ന് പറയുന്നത് ഫ്രീ സ്പീച്ച് ആയിരുന്നു. ഇനി ഫ്രീ സ്പീച്ച് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിലെ സിറ്റിസൺസിന് ആരെയും പേടിക്കാതെ അവർക്കുള്ള ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റാണ് ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത്. ഇന്ത്യയിലാണെങ്കിൽ ആർട്ടിക്കിൾ 19(1) അനുസരിച്ചിട്ട് ഫ്രീ സ്പീച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലൊരു ക്ലോസ് ഉണ്ട്, സബ്ജക്റ്റ് ടു റീസണബിൾ റെസ്ട്രിക്ഷൻസ്. ഇനി ആ ക്ലോസിൻ്റെ മീനിങ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിന്, അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനും ഗവൺമെൻറ്റിൻ്റെ സോവറനിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും, സോവറനിറ്റി മീൻസ് സർവാധികാരം മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ഫ്രീ സ്പീച്ചിൽ റെസ്ട്രിക്ഷൻസ് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ ക്ലോസിൻ്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റിസൺ ഗവൺമെൻറ് പോളിസീസിനെതിരെ സംസാരിക്കുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി വന്നാൽ കേസ് നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ US ഈ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് അമെൻമെൻറ്റിലാണ് ഫ്രീ സ്പീച്ചിനെ പറ്റി പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ US ഒരു സിറ്റിസൺ ഗവൺമെൻറ്റിനെതിരെയോ ഗവൺമെൻറ്റിൻ്റെ പോളിസീസിനെതിരെയോ സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഇനി ഫസ്റ്റ് അമെൻമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു ലാസ്റ്റ് റിസോർട്ട് എന്ന നിലയ്ക്ക് സെക്കൻഡ് അമെൻമെൻ്റ് ഉണ്ട്. സെക്കൻഡ് അമെൻമെൻ്റ് എന്ന് പറയുന്നത് ഗൺ കൺട്രോൾ ലോസ് ആണ്. നമുക്കെല്ലാം മനസ്സിലാവും ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം തന്നെയാണ്. ഫ്രീ സ്പീച്ച് ഉള്ളതുകൊണ്ടാണ് പ്രസ് ഫ്രീഡം അലൗഡ് ആയിട്ടുള്ളത്.
ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള വീഴ്ചകൾ സിറ്റിസൺസിന് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു അതോറിറ്റേറിയൻ റെജീമിലേക്ക് ഒരു ഗവൺമെൻറ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്വേഷനാണ് റൈറ്റ് ടു ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ സ്പീച്ച് എന്താണെങ്കിലും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്, അതിലെന്തായാലും തർക്കമില്ല. പിന്നെ എന്തുകൊണ്ടാണ് കമല ഹാരിസ് ഫ്രീ സ്പീച്ചിനെ ഒപ്പോസ് ചെയ്തത്? കമല ഹാരിസ് ആക്ച്വലി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു. ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നത് റീസെൻ്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പ്രോഗ്രസീവായിട്ടുള്ള വാല്യൂസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ലൈക്ക് ഫെമിനിസം അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നൊരു പാർട്ടിയാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കാം കമല ഹാരിസ് ഫ്രീ സ്പീച്ചിനെ ഒപ്പോസ് ചെയ്തത്? നമുക്ക് നോക്കാം. അപ്പോൾ ഇനി പറയുന്നത് കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വോക്ക് കൾച്ചർ, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഒരു നല്ല കാര്യമായിട്ടാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് സോഷ്യൽ ജസ്റ്റിസ് ആക്ടിവിസം ആയിട്ടാണ്. സോഷ്യൽ ജസ്റ്റിസ് ആക്ടിവിസം എന്ന് പറയുന്നത് 1960s സ്റ്റാർട്ട് ചെയ്ത ഒരു മൂവ്മെൻ്റാണ്. അത് കുറച്ച് സൊസൈറ്റിയിൽ ഇക്വാലിറ്റിയും ഇൻക്ലൂഷനും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു മൂവ്മെൻ്റാണ്. സോഷ്യൽ ജസ്റ്റിസ് ആക്ടിവിസം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റോടെയാണ്. ഈ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്, ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൊസൈറ്റിയെ തന്നെ മാറ്റിമറിച്ച ഒരു വളരെ നല്ല മൂവ്മെൻ്റ് ആയിരുന്നു സിവിൽ റൈറ്റ്സ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മൂവ്മെൻറ്റ് ഫോളോ ചെയ്ത് ലോകത്ത് മറ്റ് പല രാജ്യങ്ങളിലും ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം അവിടുത്തെ സിറ്റിസൺസിന് ഒരു ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 2015 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സുപ്രീം കോർട്ട് സെയിം സെക്സ് മാരേജ് ലീഗലൈസ് ചെയ്തത്. ഇത് ഒരുപാട് കപ്പിൾസിന് ലീഗലി മാരീഡ് ആവാനുള്ള അവസരം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു സൊസൈറ്റി ഫോം ചെയ്യുന്നതിൽ വലിയൊരു ഫാക്ടർ ആയി മാറിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം പറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജ്വലി ഈ മൂവ്മെൻറ്റ്സിൽ എക്സ്ട്രീമായിട്ടുള്ള ഫാക്ഷൻസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2017 ഗൂഗിളിലെ എൻജിനീയറായിരുന്ന ജെയിംസ് ഡെമോർ ഒരു മെമ്മോ പബ്ലിഷ് ചെയ്തു. ആക്ച്വലി അവിടുത്തെ എംപ്ലോയീസിനിടയിൽ ഒരു മെമ്മോ സർക്കുലേറ്റ് ചെയ്തു. പുള്ളി ആ മെമ്മോയിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഗൂഗിൾ ഒരു ഐഡിയോളജിക്കൽ എക്കോ ചേംബർ ആണെന്നാണ്. അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള വിൻഡോ ഒന്നും ഇല്ലാത്ത ഒരു റൂമിൽ നമ്മൾ ഷൗട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ എക്കോ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കേൾക്കും. അപ്പോൾ ഇവിടെ പുള്ളി ഐഡിയോളജിക്കൽ എക്കോ ചേംബർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരാൾ പറയുന്നത് തന്നെ മറ്റുള്ള ആൾക്കാർ റിപ്പീറ്റ് ചെയ്യുന്നതല്ലാതെ ആരും പുതിയതായിട്ടുള്ള ഒരു ഐഡിയാസും കൊണ്ടുവരുന്നില്ല. അതാണ് പുള്ളി അതിലൂടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഇനി ഗൂഗിളിലെ ജെൻഡർ ഡൈവേഴ്സിറ്റി പോളിസീസിനെ പറ്റി പുള്ളി പറഞ്ഞത് ഇതാണ്: ടെക് കമ്പനീസിലെ ജെൻഡർ ഗ്യാപ്പിന് മെന്നും വിമനും തമ്മിലുള്ള ബയോളജിക്കലായിട്ടുള്ള ഡിഫറൻസിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായേക്കാം. മാത്രമല്ല കൾച്ചറലായിട്ടുള്ള ഡിഫറൻസും അതിൻ്റെ ഒരു ഫാക്ടർ ആയേക്കാം. അതാണ് പുള്ളി പറഞ്ഞത്. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആ മെമ്മോയിൽ വളരെ സ്പെസിഫിക്കായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി ഒരിക്കലും ജെൻഡർ ഇക്വാലിറ്റിക്ക് എതിരല്ല എന്നുള്ളത്. പക്ഷേ ജെയിംസ് ഡെമോറിൻ്റെ മെമ്മോ കോൺട്രവേഴ്ഷ്യൽ ആവുകയും ഗൂഗിള് ആളെ ആ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. ഇവിടുന്ന് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോക്ക്നെസ്സിൻ്റെ ഒരു ഫസ്റ്റ് സൈനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പോസിങ് ആയിട്ടുള്ള വ്യൂ പോയിൻറ്റ്സിനെ അപ്പാടെ അങ്ങ് സപ്രസ് ചെയ്യുക. ആ ഒപ്പീനിയൻസിൽ എന്തെങ്കിലും മെറിറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കൺസിഡർ ചെയ്യാതെ തന്നെ അതിനെ സപ്രസ് ചെയ്യുക. അതാണ് വോക്ക്നെസ്സിൻ്റെ ഒരു ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ആക്ച്വലി വോക്ക്നെസ് പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്.
കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോക്ക്നെസ് അഡ്വക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ മോസ്റ്റ്ലി ലിബറലായിട്ടുള്ള വാല്യൂസും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഈ കേസിൽ ജെൻഡർ ഇക്വാലിറ്റി ഒരു വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ജെൻഡർ ഇക്വാലിറ്റി എന്തെന്ന് മനസ്സിലാവാതെ, അല്ലെങ്കിൽ ഏതൊരു ലിബറൽ വാല്യൂസും എന്തെന്ന് മനസ്സിലാവാതെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് മോസ്റ്റ്ലി വോക്ക്നെസ്സിലേക്ക് പോകുന്നത്. ഇത് ആക്ച്വലി എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള നെറേറ്റീവ് ഉണ്ടാവും. അപ്പോൾ ആ നെറേറ്റീവിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എല്ലാവർക്കും പേടിയായിരിക്കും. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റ് തോന്നിക്കഴിഞ്ഞാലും ആൾക്കാർക്ക് അത് പോയിൻ്റ് ഔട്ട് ചെയ്യാനൊരു പേടിയുണ്ടാവും. അല്ലെങ്കിൽ ഒരാളത് പോയിൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പേടിയുണ്ടാവും. അപ്പോൾ ഈ കേസിലാണെങ്കിൽ ഡെമോറിനെ സെക്സിസ്റ്റ് എന്ന് ലേബൽ ചെയ്ത് കമ്പനിയിൽ നിന്ന് ഫയർ ചെയ്യുകയാണ് ചെയ്തത്. ഈ വോക്ക്നെസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, വോക്ക്നെസ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ആൾക്കാരുടെ ഒരു ഇമോഷണൽ സേഫ്റ്റി ആയിരിക്കും. ഒരു കാര്യത്തിലുള്ള ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിനേക്കാളും ആൾക്കാർ അതിനെ ഇമോഷണലി എങ്ങനെ റിയാക്ട് ചെയ്യും എന്നാലോചിച്ചിട്ടായിരിക്കും ഈ വോക്ക്നെസ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ സംസാരിക്കുക. ഈ ഡെമോറിൻ്റെ കേസിലാണെങ്കിൽ ഗൂഗിളിൻ്റെ സീനിയർ മാനേജ്മെൻറ്റ് ആക്ച്വലി പുതിയ ഐഡിയാസ് എക്സ്പ്ലോർ ചെയ്യാൻ റെഡിയായിരുന്നു. പക്ഷേ ആക്ടിവിസ്റ്റുകളുടെയും മീഡിയയുടെയും പ്രഷറിൻ്റെ പുറത്ത് ഗൂഗിളിന് ഡെമോറിനെ ഫയർ ചെയ്യേണ്ടി വന്നു. വേറൊരു റീസെൻ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നെറ്റ്ഫ്ലിക്സിലെ കൊമീഡിയനായിട്ടുള്ള ഡേവ് ഷപ്പേലാണ്. ഷപ്പേൽ ആളുടെ ഒരു കോമഡി പ്രോഗ്രാമിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ട് JK റോളിങ്ങിനുള്ള ഒപ്പീനിയനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരും ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഒരു വുമണിലൂടെ തന്നെയാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ജെൻഡർ എന്ന് പറയുന്നത് ഒരു ഫാക്റ്റാണ്, അല്ലാതെ ഒരു ഒപ്പീനിയൻ അല്ല എന്നാണ് പുള്ളി പറഞ്ഞത്. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ അർത്ഥം ഒരു ട്രാൻസ് വുമൺ എന്ന് പറയുന്നത് ഒരു വുമൺ അല്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പുള്ളി വളരെ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും വന്നൊരു ക്രിറ്റിസിസം എന്തെന്ന് പറയുന്നത്, ഇങ്ങനെയൊരു വ്യൂ കൊണ്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിന് ഒരു ഇമോഷണൽ സേഫ്റ്റി കിട്ടാതെ പോകും എന്നുള്ളതാണ് ആൾക്കാർ പറഞ്ഞൊരു ക്രിറ്റിസിസം. അപ്പോൾ ഇതുകൊണ്ട് ഈ ഷപ്പേലിൻ്റെ കോമഡി പ്രോഗ്രാം നെറ്റ്ഫ്ലിക്സിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നുള്ള ആവശ്യങ്ങൾ ആൾക്കാർ ഉന്നയിച്ചു. പക്ഷേ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള സബ്ജക്ട്സിനെ പറ്റിയിട്ടുള്ള കോൺവെർസേഷൻസ് ആൾക്കാർ സൈലൻസ് ചെയ്യിപ്പിക്കുന്നതിൻ്റെ പ്രശ്നം എല്ലാവർക്കും മനസ്സിലായത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിലാണ് 66 kg വിമൻസ് കാറ്റഗറിയിൽ ഗോൾഡ് കിട്ടിയ ഇമീൻ ഖലീഫ് ടെസ്റ്റ് റിസൾട്ട്സിൽ ബയോളജിക്കലി മാനാണ്, പക്ഷേ ആൾ ഒരു വുമണായിട്ടാണ് റെക്കോർഡ്സിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈനലിൽ ഓപ്പണൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഇറ്റലിയുടെ ഏഞ്ചല കേരൻ മാച്ച് സ്റ്റാർട്ട് ചെയ്തൊരു 46 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ലീവ് ചെയ്തു. ആൾ പറഞ്ഞത് ഒരു മാനുമായിട്ടാണ് ആൾ കോമ്പീറ്റ് ചെയ്യുന്നത്, ഈ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് അൺഫെയർ ആണെന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ ഇങ്ങനെ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള ഇഷ്യൂസിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ ഓപ്പണായിട്ടുള്ള ഒരു ഡിസ്കഷൻസ് എപ്പോഴും നെസസറി ആണ്. ഇതിപ്പം ഗൂഗിളിലും നെറ്റ്ഫ്ലിക്സിലും മാത്രമല്ല, വേറെ ഒരുപാട് ഓർഗനൈസേഷൻസിൽ, യൂണിവേഴ്സിറ്റീസിൽ എല്ലാം ഇതിന് സിമിലറായിട്ടുള്ള വോക്ക്നെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് സംഭവിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇലക്ഷൻ പോളിസീസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, കമല ഹാരിസ് ആക്ച്വലി ഫ്രീ സ്പീച്ചിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇലക്ഷൻ ക്യാമ്പയിൻസിൽ. പക്ഷേ ആൾ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ആളുടെ ആക്ഷൻസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ആൾ ഫ്രീ സ്പീച്ചിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആയിട്ടാണ്. അപ്പോൾ അറ്റോർണി ജനറൽ ആയിരുന്നപ്പോഴത്തേക്ക് ആളുടെ ഒരു പോളിസി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അവരുടെ ഫണ്ടിങ് സോഴ്സസ് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതാണെന്നൊക്കെ തോന്നും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും.
ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് അതിനെതിരെ വർക്ക് ചെയ്യുന്ന നോൺ പ്രോഫിറ്റുകൾക്ക് ഫണ്ടിങ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം ഗവൺമെൻറ് പോളിസീസിനെതിരെ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർക്ക് ഒരു പേടിയുണ്ടാവും. അപ്പോൾ അവിടെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് തെറ്റായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യാൻ ആരും ഇല്ലാത്ത ഒരവസ്ഥ വരും. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് അമെൻമെൻറ്റ് US ഫ്രീ സ്പീച്ചിനെ ഓഫർ ചെയ്യുന്ന ഫസ്റ്റ് അമെൻമെൻറ്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കമലാ ഹാരിസ് ഈ ഫസ്റ്റ് അമെൻമെൻറ്റിനെ ഒഴിവാക്കാനായിട്ടും കമലാ ഹാരിസ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹാരിസിൻ്റെ റീസണിങ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അമെൻമെൻറ്റ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് ന്യൂസും മിസ്ഇൻഫർമേഷനും ഹേറ്റ് സ്പീച്ചും ഒക്കെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു കമലാ ഹാരിസിൻ്റെ റീസണിങ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫേക്ക് ന്യൂസ് ഒഴിവാക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത് ഏതാണ് ഫേക്ക് ന്യൂസ് ഏതാണ് ഫേക്ക് ന്യൂസ് അല്ലാത്തത് എന്നുള്ളതെങ്കിൽ ഗവൺമെൻറ്റിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് അതിനെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഫേക്ക് ന്യൂസായിട്ട് ലേബൽ ചെയ്ത് അതിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പ്രസ് ഫ്രീഡത്തിനെല്ലാം എഗെയിൻസ്റ്റായിട്ട് സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് കമലാ ഹാരിസ് ഫ്രീ സ്പീച്ചിന് ഒപ്പോസ് ചെയ്യുന്ന ഒരു നിലപാടാണ് ആളുടെ ക്യാമ്പയിനിൽ ആൾക്കുണ്ടായിരുന്നത് എന്ന് പറയുന്നത്. പക്ഷേ ട്രംപ് ആണെങ്കിൽ ക്യാമ്പയിൻസിൽ ഫ്രീ സ്പീച്ചിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ആയിരുന്നു സംസാരിക്കുന്നത്. ട്രംപ് ഫസ്റ്റ് അമെൻമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി സംസാരിച്ചൊക്കെയായിരുന്നു പുള്ളിയുടെ ക്യാമ്പയിൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് ടെക് ഓൺട്രപ്രണേഴ്സ് ട്രംപിൻ്റെ സപ്പോർട്ടിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇലക്ഷൻസിലൊക്കെ സിലിക്കൺ വാലി മോസ്റ്റ്ലി ഒരു ന്യൂട്രൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടി അതായത് ഹാരിസിൻ്റെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു ടെക് ഓൺട്രപ്രണേഴ്സിൻ്റെ ഒരു നിലപാട്. പക്ഷേ ഈ 2024 ഇലക്ഷനിൽ അവർ ടെക് ഓൺട്രപ്രണേഴ്സിൻ്റെ വലിയൊരു ശതമാനം ആൾക്കാരും ട്രംപിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി കാൻഡിഡേറ്റ് ആയിരുന്നു. ഇതിലിപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇലോൺ മസ്ക്, ടെസ്ലയുടെയും സ്പേസ് എക്സിൻ്റെയൊക്കെ CEO ആയിട്ടുള്ള ഇലോൺ മസ്ക്, ആമസോണിൻ്റെ ജെഫ് ബീസോസ്, ഓപ്പൺ എ നമ്മുടെ ChatGPTയുടെ സാം ഓൾട്ട്മാൻ ഇവരെല്ലാം ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇലോൺ മസ്കിൻ്റെ സപ്പോർട്ട് കൊണ്ട് ട്രംപിനുണ്ടായിരിക്കുന്ന വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലോൺ മസ്കാണ് ഇപ്പോൾ ട്വിറ്റർ അല്ലെങ്കിൽ എക്സ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ എക്സിൽ ഒരുപാട് അൺസെൻസേർഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഡിസ്കഷൻസൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ട്രംപിനെ ഒരുപാട് ഫേവർ ചെയ്തിട്ടുണ്ട്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലർ മീഡിയ മോസ്റ്റ്ലി കമലാ ഹാരിസിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തേക്കുന്നത്. കൂടുതൽ ന്യൂസ് പേപ്പേഴ്സും മാഗസീൻസും ചാനൽസും എല്ലാം കമലാ ഹാരിസിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. അതേസമയം ട്വിറ്ററിലും പിന്നെ പോഡ്കാസ്റ്റുകൾ ജോ റോഗൻ പോഡ്കാസ്റ്റിൽ ട്രംപ് ഒരു ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ് മീഡിയാസിലൂടെയാണ് ട്രംപ് ആളുടെ ഒപ്പീനിയൻസും പോളിസീസും വോട്ടേഴ്സിൽ എത്തിച്ചേക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു മേജർ ഷിഫ്റ്റാണ്. അതായത് സിറ്റിസൺ ജേർണലിസത്തിലൂടെ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ തന്നെ മാറ്റിമറിച്ചേക്കാണ്. പോപ്പുലർ മീഡിയയുടെ വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സെൻസേഷണലായിട്ടുള്ള ന്യൂസ് പ്രൊമോട്ട് ചെയ്യുന്നതിലായിരിക്കും അവർക്ക് താല്പര്യം. കാര്യം കൂടുതൽ ആൾക്കാർ അതായിരിക്കും കാണുക. സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്നത് ട്വിറ്ററിലോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകൾ വഴിയോ ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അവരുടെ ഒപ്പീനിയൻസും ന്യൂസും ഒക്കെ പ്രൊമോട്ട് ചെയ്യുക. ഈവൻ യൂട്യൂബ് ഓൾസോ. അപ്പോൾ ഈ ട്രംപിൻ്റെ വിക്ടറി എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ കാണുന്നത് ഈ വോക്ക്നെസ്സിൻ്റെ ഈ വോക്ക് കൾച്ചറിൻ്റെ ഒരു അവസാനത്തിൻ്റെ ഒരു തുടക്കമായിട്ടാണ്. അപ്പോൾ വീഡിയോ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പ്രോഗ്രസീവായിട്ടുള്ള വാല്യൂസിന് സപ്പോർട്ട് കൊടുക്കുക. പക്ഷേ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള സബ്ജക്റ്റുകളിൽ ഓപ്പണായിട്ടുള്ള ഒരു ഡിസ്കഷനും നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. ആൾക്കാർക്ക് കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള സബ്ജക്ട്സിൽ
അവർക്കുള്ള ഒപ്പീനിയൻസ് പറയാനായിട്ട് സേഫായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിൽ താങ്ക് യു. അപ്പോൾ ഇതേപോലുള്ള ഡീപ്പായിട്ടുള്ള സബ്ജക്ട്സിൻ്റെ ഡിസ്കഷൻസ് താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു പുതിയ ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇതിൽ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വലിയൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. താങ്ക് യു.